ഹായ് എവരിവൺ, അസ്സാം വലൈക്കും. വെൽക്കം ടു തസ്നീസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഡൊനട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു പിടി ബോൺലെസ് ചിക്കനാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ അത്രയും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത്, അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും കാര്യങ്ങൾ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 സ്ലൈസ് ബ്രെഡുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിലേക്കുള്ള ബ്രെഡ് സ്ലൈസാണ് പറയുന്നത് കേട്ടോ. 2 പീസാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് മിക്സിയിലാണ് അരച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അല്പാൽപമായിട്ട് ഇട്ട് അരച്ചു കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് പ്രോസസ്സറിലാണ് അരച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് അരക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ബോയിൽ ചെയ്തിട്ടുള്ള പൊട്ടറ്റോ കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് കാരണം ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് ബോയിൽ ചെയ്തിട്ടുള്ള പൊട്ടറ്റോ നല്ലതായിട്ട് ഉടച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. 20 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡൊനട്ടിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് ബ്രെഡിലൊക്കെ മുക്കിയിട്ട് ഒന്ന് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്ഗ് എടുക്കുന്നതിന് പകരം ഞാനിവിടെ മൈദയും കോൺഫ്ലോറോടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 5 ദിവസം മുമ്പ് ഇട്ടിട്ടുള്ള ആ ഒരു റെസിപ്പി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത്. ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിന് ഒരു ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് കയ്യിൽ നല്ലതായിട്ട് എണ്ണ തടവണം കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഈ നടുവിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ബോട്ടിലിൻ്റെ മൂടി എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു മൂടി എന്തെങ്കിലും എടുത്തിട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ നോസിൽ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്താലും മതി. ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഉപ്പും മൈദയും കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ചിക്കൻ ഡോണട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ ഈ ഒരു മുഴുവൻ മാവും വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തൊരെണ്ണം കൂടെ ചെയ്ത് കാണിക്കാം. ഇതുപോലെ ഒരു ബോൾ എടുക്കുക, കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തുക. ഇനി കയ്യിൽ നിങ്ങൾ എണ്ണ തടവുന്നില്ലെന്നുണ്ടെങ്കിൽ വെള്ളം തടവി കൊടുക്കെങ്കിലും ചെയ്യണം കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും അത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മൈദ ബാറ്റർ എടുത്തതിന് പകരം നിങ്ങൾക്ക് എഗ്ഗ് നല്ലതായിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതി കേട്ടോ. സാധാരണ നമ്മൾ കട്ട്ലറ്റൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് പകരം ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ വലത് കൈ വെച്ചിട്ട് അതിൽ മുക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അത് നമുക്ക് ഈ ഒരു മൂടി ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോസിലൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. കൈവിരലൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നടുവിലൊന്ന് ഹോളിട്ട് കൊടുത്താൽ മതി. അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ നമ്മൾ ഡൊനട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു പിടി ചിക്കൻ്റെ അളവിൽ നിന്ന് നമ്മളൊരു 14 ഡൊനട്ടാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഫ്രീസറിലൊന്ന് വെക്കണം. ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ നല്ലതായിട്ട് ഹാർഡായിട്ട് കിട്ടും. അതിന് ശേഷമാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് ഫ്രീസറിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതാ 8 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ തലേ ദിവസമാണ് നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത പാടെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നല്ലതായിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. കാരണം ഉള്ളൊക്കെ നല്ലതായിട്ട് ഐസായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പോലെ തന്നെയാണ്. അപ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ, കാരണം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടാണല്ലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ട്രിപ്പ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതും കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യമുള്ള അത്രയും എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല ക്രഞ്ചി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഡോണട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. മയോണൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.